ഒരാളെ വർഷങ്ങളായി കാണാതായാൽ അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ നമ്മൾ അയാളുടെ ചിത്രം വരച്ച് പ്രദർശിപ്പിക്കും. എന്നാൽ എന്നും കാണുന്ന ഒരാളുടെ ചിത്രം വരച്ച് പ്രദർശിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതെ, നമ്മൾ എല്ലായിടത്തും കാണുന്ന വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിൻ്റെ ചിത്രമാണ് വരച്ച് പ്രദർശിപ്പിച്ചത്. ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ സഹോദരൻ കാർത്തികേയൻ മന്ത്രിയെ വേദിയിൽ പിടിച്ചിരുത്തി പാട്ടും പാടി ചിത്രം വരച്ചു. എന്നതാ ഒരാൾക്കൂട്ടം? ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കാം. मेरे सपने एक रंग है, वो जहाँ भी जाए रहे हम संग കൊള്ളാം മാഷേ, അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണാനില്ലാന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം.
എന്റെ ഓമനക്കുട്ട നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്. പക്ഷെ എന്റെ ഒന്നുമില്ല. അതെ തീർന്ന് അവസാനം ഈ വീടും പറമ്പ് മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും നിയമം എനിക്കറിയാം. ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുവോ? ഇനി എല്ലായിടത്തും എത്തി നാട്ടുകാർക്ക് മൊത്തം ക്ലാസ് എടുക്കുന്ന മന്ത്രി മാഷെ സ്ഥിരമായി കാണാതിരിക്കാനാണോ ഇങ്ങനെ ഒരു പരിപാടിക്ക് കാർത്തികേയൻ മുതിർന്നതെന്ന് ചോദിക്കുന്ന ദോഷൈക ദൃക്കുകളും നാട്ടിലുണ്ട് എന്ന് ഓർമ്മിക്കട്ടെ. ഇത് പറഞ്ഞു തീർന്നില്ല, മന്ത്രി വീണ്ടും സ്റ്റേജിലെത്തി. കെമിസ്ട്രിയാണ് മൂപ്പരുടെ വിഷയം. അപ്പോൾ കേൾക്കാമല്ലേ? വിഷയത്തിന് ഡെപ്താണ് പ്രധാനം. ഒരേ വിഷയത്തിൽ തന്നെ ഉപരിപ്ലവമായി പഠിച്ച് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ മാർക്ക് നേടാം. പക്ഷേ നല്ലപോലെ ആ കുട്ടിയെ ഇരുത്തി ഒന്ന് വിശകലനം ചെയ്ത് 4 ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ പലതിനും ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ കെമിസ്ട്രി ഉണ്ട്, കെമിസ്ട്രി MSc ഉണ്ട്, ക്വാണ്ടം കെമിസ്ട്രി പഠിപ്പിക്കുന്ന പ്രിൻസിപ്പലുണ്ട്, ഒക്കെ ഉണ്ട്. ഇന്ത്യയിലെ കെമിസ്ട്രി ഏറ്റവും അധികം ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ട്രെയിനിങ് സ്കൂൾ സെലക്ഷൻ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസാവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ച കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇവിടെ നിന്ന് എത്ര പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്? ചോദ്യം ചോദിക്കല്ല, പഠിക്കില്ല. വളരെ വളരെ കുറവാണ്. BSc പാസ്സായോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ? നല്ല ശതമാനം മാർക്കുണ്ടോ? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ പോയോ? ഇന്റർവ്യൂ കഴിഞ്ഞോ? സെലക്ഷൻ കിട്ടിയോ? അതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കലും അക്കാദമിക് തലത്തിൽ ഉയരലും രണ്ടും രണ്ടാണ്. നമുക്ക് വേണ്ടത് അക്കാദമിക് തലത്തിൽ ഉയർച്ചയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിക്കണ്ടോ? അങ്ങനെ പറയുന്നുള്ളൂ. അതിന് വേണ്ടതാണ് ലൈബ്രറി. അതിനുള്ളതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത്. ക്ലാസ്സിലെ നോട്ട്സിൽ കിട്ടുന്ന ഒരു വിഷയത്തിന് പരീക്ഷയ്ക്ക് നമുക്ക് പാസ്സാവാം. 1 മണിക്കൂർ നേരമൊക്കെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ഇന്റർവ്യൂവിനൊക്കെ കെമിസ്ട്രി ട്രെയിനിങ് സ്കൂളിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ ഇന്ത്യയിൽ അറ്റോമിക് എനർജി രംഗത്ത് ഏറ്റവും ഉയർന്ന തലത്തിലെത്താനുള്ള എൻട്രിയാണ് ട്രെയിനിങ് സ്കൂൾ. എല്ലാ വർഷവും അവിടെ ഒരുപാട് പേര് സെലക്ട് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി MScക്കാരെയാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞു മതി കണ്ടുപിടുത്തം, ഓട്ട കണ്ടുപിടുത്തം. കണക്കിന് 100 ആക്കില്ലെന്ന് വെച്ച് വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകത്തില്ല. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. IIT എൻട്രൻസ്, ഡിഫൻസ് അക്കാഡമി എൻട്രൻസ്, UPSC പ്രിലിമിനറി സർവീസ്, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ ഡിഗ്രിക്ക് ശേഷമുണ്ട്. പക്ഷെ അതിലൂടെ പുറത്തു വരുന്ന മലയാളികളുടെ എണ്ണം കുറവാണ്. അവിടെയാണ് നമ്മുടെ അക്കാഡമിക് എക്സലൻസ് കാണിച്ചു കൊടുക്കേണ്ടത്. എവിടെ ചെന്നാലും ഏത് പരീക്ഷ വന്നാലും അതിലൂടെയെല്ലാം മലയാളികൾ പാസ്സായി ഉയർന്ന തലത്തിലേക്ക് വരുന്നു. ജോലിയിൽ ഉയർന്നതാണോ ഉയർന്നതെന്ന് മാത്രം അർത്ഥമൊന്നുമില്ല. നല്ല കർഷകൻ എന്നുള്ളതും ഉയർന്ന തലത്തിലുള്ള ജീവിതം തന്നെ. എല്ലാവർക്കും തൃപ്തിയായ സാഹചര്യത്തിൽ അടുത്ത ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുടിസമരം.